നമസ്കാരം. യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വീണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ആർത്തവാവധിയും പ്രസവാവധിയും അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഹാജർ 73% നിശ്ചയിച്ചുകൊണ്ടാണ് ഉത്തരവ്. 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരമാവധി 60 ദിവസം വരെയാണ് പ്രസവാവധി. കുസാറ്റ് മാതൃകയിലാണ് തീരുമാനം. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ സ്പെഷ്യൽ തപാൽ ബാലറ്റുകളിൽ ഒരു കെട്ട് കാണാതായി. പോസ്റ്റൽ ബാലറ്റുകളിലെ ഒരു പാക്കറ്റ് കാണാനില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ ഹൈക്കോടതി ജഡ്ജിന് റിപ്പോർട്ട് നൽകി. ടേബിൾ 5-ൽ എണ്ണിയ പോസ്റ്റൽ ബാലറ്റിലെ ഒരു കെട്ടാണ് കാണാതായത്. ഈ പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്തു എന്നതിന്റെ രേഖകൾ കൈവശമുണ്ട്. കൗണ്ടിംഗ് ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഒപ്പിട്ടതിനും രേഖകളുണ്ട്. 482 ബാലറ്റുകളായിരുന്നു കാണാതായ കെട്ടിലുണ്ടായിരുന്നത്. ഗുണ്ടാ സംഘവുമായി ബന്ധമുള്ള 2 ഡിവൈഎസ്പിമാർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KJ ജോൺസൺ, വിജിലൻസ് ഡിവൈഎസ്പി പ്രസാദ് എന്നിവർക്കെതിരെയാണ് നടപടി. ഗുണ്ടാ സംഘങ്ങളുടെ തർക്കത്തിൽ ഇടനിലക്കാരായെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശശി തരൂർ നടത്തുന്ന പുതിയ നീക്കങ്ങളിൽ അതൃപ്തി പരസ്യമാക്കി KPCC അധ്യക്ഷൻ K സുധാകരൻ. പാർട്ടി നേതൃത്വത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് തരൂർ മുന്നോട്ട് പോകുന്നതെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു. തന്നെ ഒന്ന് വിളിക്കുവാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു. പാർട്ടിയുമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് AICC നേതൃത്വം തരൂരിനോട് പലതവണ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അതനുസരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കണ്ണൂരിലെ നിരവധി പരിപാടികളിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നുവെങ്കിലും വന്നില്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. KV തോമസിന് പുതിയ ക്യാബിനറ്റ് പദവി നൽകിയതിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിലെ സംഘപരിവാറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കാനുള്ള ഇടനിലക്കാരനായാണ് KV തോമസ് പ്രവർത്തിക്കുന്നതെന്ന് VD സതീശൻ. കോൺഗ്രസ് വിട്ട ശേഷം KV തോമസിന്റെ ബംഗളൂരു ഡൽഹി യാത്രകൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധം മനസ്സിലാക്കാമെന്നും നിരന്തരം നേതാക്കളുമായി സംവദിച്ചിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ശബരിമലയിൽ ഭക്ഷ്യസുരക്ഷാ ഓഡിറ്റ് വേണമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് ഓഡിറ്റ്. ഏലക്കയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് സംബന്ധിച്ച കേസ് പരിശോധിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ദേവസ്വം കമ്മീഷണർ, ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ, കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി തുടങ്ങിയവരെ കക്ഷി ചേർക്കുവാനും കോടതി നിർദ്ദേശം നൽകി. SMA ബാധിച്ച കുട്ടികൾക്ക് സ്പൈൻ സ്കോളിയോസിസ് സർജറിക്കായി സർക്കാർ മേഖലയിൽ ആദ്യമായി പുതിയ സംവിധാനം വരുന്നതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓർത്തോപീഡിക് വിഭാഗത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കും. പ്രത്യേകമായി ഓപ്പറേഷൻ ടേബിൾ സജ്ജമാക്കും. സ്വകാര്യ ആശുപത്രികളിൽ 15 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന സർജറിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർക്കാർ പദ്ധതിയിലൂടെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. തിരുത്തങ്കര സ്വദേശി രവി എന്ന തൊഴിലാളിയാണ് മരിച്ചത്. മറ്റൊരു തൊഴിലാളിയായ സാമുൽ ജയരാജിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 140 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന പടക്ക നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ ശിവകാശി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൃഷ്ണമൂർത്തി എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലിവാളിന് നേരെ അതിക്രമം. ഡൽഹിയിലെ എയിംസ് ആശുപത്രി പരിസരത്ത് വച്ചായിരുന്നു അതിക്രമമുണ്ടായത്. മദ്യപിച്ചിരുന്ന അക്രമി സ്വാതിയുടെ കൈ കാറിൽ കുരുക്കി റോഡിലൂടെ 15 മിനിറ്റോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി. സംഭവത്തിൽ 47-കാരനായ കാർ ഡ്രൈവർ ഹരീഷ് ചന്ദ്രയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എയർ ഇന്ത്യ വിമാനത്തിൽ സഹയാത്രികയായ സ്ത്രീയുടെ ദേഹത്തേക്ക് മൂത്രമൊഴിച്ച കേസിലെ പ്രതി ശങ്കർ മിശ്രയുടെ യാത്രാവിലക്ക് എയർ ഇന്ത്യ 4 മാസത്തേക്ക് കൂടി നീട്ടി. നേരത്തെ 1 മാസത്തേക്കായിരുന്നു ഇയാളെ വിമാനത്തിൽ കയറുന്നതിൽ നിന്നും വിലക്കിയിരുന്നത്. നവംബർ 26-നാണ് എയർ ഇന്ത്യ വിമാനത്തിൽ സംഭവമുണ്ടായത്. ബിസിനസ് ക്ലാസ്സിലെ യാത്രക്കാരിയായ സ്ത്രീയുടെ മേൽ മൂത്രമൊഴിച്ച സംഭവം പുറത്തെറിഞ്ഞാൽ തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നും
പോലീസിൽ പരാതിപ്പെടരുതെന്നും ഇയാൾ സ്ത്രീയോട് അപേക്ഷിച്ചിരുന്നു. എന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സ്ത്രീ തീരുമാനിച്ചതോടെയാണ് സംഭവം പുറത്തെറിഞ്ഞത്. ദിവസങ്ങൾക്ക് ശേഷമാണ് എയർ ഇന്ത്യ പരാതി പോലീസിന് കൈമാറിയത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിൽ നിലപാട് കടുപ്പിച്ച് സുപ്രീം കോടതി കൊളീജിയം. അഭിഭാഷകരുടെ ലൈംഗിക ആഭിമുഖ്യമോ നവമാധ്യമങ്ങളിലെ പ്രതികരണമോ ജഡ്ജി നിയമനത്തിന് മാനദണ്ഡമല്ലെന്ന് സുപ്രീം കോടതി കൊളീജിയം. നേരത്തെ ഇക്കാരണങ്ങൾ കാട്ടി കേന്ദ്രത്തിന് തിരിച്ചയച്ച പേരുകൾ കേന്ദ്രം വീണ്ടും ശുപാർശ ചെയ്യുകയും ചെയ്തു. സ്വവർഗാനുരാഗിയായ സൗരഭ് കിർബാലിനെ ദില്ലി ഹൈക്കോടതി ജഡ്ജിയാക്കുവാനുള്ള നിർദ്ദേശം കേന്ദ്രം മടക്കിയ സാഹചര്യത്തിലാണ് കൊളീജിയം നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. നല്ല അയൽബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാന് മറുപടി നൽകി. നല്ല അയൽബന്ധം യാഥാർത്ഥ്യമാകണമെങ്കിൽ തീവ്രവാദവും ശത്രുതയും അക്രമവും ഇല്ലാത്ത അന്തരീക്ഷം ഉണ്ടാകണമെന്നും പാകിസ്ഥാനെ ഇന്ത്യ ഓർമ്മിപ്പിച്ചു. കശ്മീരിന്റെ അടക്കം കാര്യങ്ങളിൽ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും പാക് പ്രധാനമന്ത്രിക്ക് വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകി. ലോകത്താകമാനം എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമായി ഖത്തർ ലോകകപ്പ് കണ്ടത് 262 മില്യൺ ആളുകളെന്ന് ഫിഫ തന്നെയാണ് ഔദ്യോഗിക ട്വിറ്ററിലൂടെ കണക്കുകൾ പുറത്തുവിട്ടത്. ലോകകപ്പ് ഫൈനൽ മത്സരം മാത്രം 1.5 മില്യൺ ആളുകൾ കണ്ടതായും കണക്കുകൾ പറയുന്നു. ലോകകപ്പിലെ സർവകാല റെക്കോർഡാണിതെന്നും ഫിഫ വ്യക്തമാക്കി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കർണാടക മികച്ച നിലയിൽ. 3-ാം ദിവസം കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 410 റൺസ് നേടിയ കർണാടകയ്ക്ക് 68 റൺസിന്റെ ലീഡുണ്ട്. 360 പന്തുകൾ നേരിട്ട ക്യാപ്റ്റൻ മായങ്ക് അഗർവാൾ 208 റൺസ് എടുത്ത് പുറത്തായി. 5 കളികളിൽ 3 ജയവും 2 സമനിലയുമുള്ള കർണാടകയാണ് 26 പോയിന്റുമായി കേരളത്തിന്റെ ഗ്രൂപ്പിൽ മുന്നിൽ. 5 കളികളിൽ 3 ജയവും 1 തോൽവിയും 1 സമനിലയിലുമുള്ള കേരളം 19 പോയിന്റുമായി കർണാടകയ്ക്ക് പിന്നിലാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.